നമസ്കാരം. ഇത് ചരിത്രധ്വനി. നമ്മൾ ഇന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അന്ത്യവും ഔറംഗസേബിൻ്റെ കണ്ണീരും പതനത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അക്ബറും ഷാജഹാനും സ്വർണ്ണലിപികളാൽ എഴുതിച്ചേർത്ത മുഗൾ സാമ്രാജ്യത്തിൻ്റെ കഥ എവിടെയാണ് അവസാനിച്ചത്? ലോകം വിറപ്പിച്ച സൈന്യവും അളവറ്റ സമ്പത്തും ഉണ്ടായിരുന്ന ആ മഹാസാമ്രാജ്യം എങ്ങനെയാണ് തകിടം മറിഞ്ഞത്? മുഗൾ രാജാക്കന്മാരിൽ അവസാനത്തെ കരുത്തനായ ഔറംഗസേബിൻ്റെ കഥയാണിത്. ഔറംഗസേബ് ഒരു സാധാരണ രാജാവായിരുന്നില്ല. 50 വർഷത്തോളം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം കാശ്മീർ മുതൽ തമിഴ്നാട് വരെ പടർന്നു പന്തലിച്ചത്. പക്ഷേ ആ വളർച്ച തന്നെയായിരുന്നു ആ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കം. തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധിക കാലം അദ്ദേഹം ചിലവഴിച്ചത് യുദ്ധക്കളത്തിലായിരുന്നു. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയും കീഴടക്കാൻ അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾ രാജ്യത്തിൻ്റെ ഖജനാവ് കാലിയാക്കി. അക്കാലത്താണ് മറാത്ത വീരൻ ഛത്രപതി ശിവാജി മഹാരാജ് മുഗൾക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നത്. ശിവജിയുമായി നടത്തിയ യുദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ തകർത്തിക്കളഞ്ഞു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഔറംഗസേബ് തീർത്തും ഒറ്റപ്പെട്ടു പോയി. തൻ്റെ മക്കൾ അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നത് ആ 90-ാം വയസ്സുകാരനായ ചക്രവർത്തിയെ വല്ലാതെ വേദനിപ്പിച്ചു. ആഡംബരപൂർണമായ കൊട്ടാരങ്ങളെക്കാൾ ലളിതമായ ജീവിതം ഇഷ്ടപ്പെട്ട അദ്ദേഹം ടോപ്പിക് തുന്നിലും ഖുറാൻ പകർത്തിയും എഴുതിയുമാണ് തൻ്റെ വ്യക്തിപരമായ ചിലവുകൾ കണ്ടെത്തിയത്. 1707 അദ്ദേഹം മരണപ്പെടുമ്പോൾ മുഗൾ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലായിരുന്നു. ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ് എന്ന വരികളിൽ അദ്ദേഹം തൻ്റെ മരണപത്രികയിൽ എഴുതി വെച്ചിരുന്നു. വലിയ സ്മാരകങ്ങളൊന്നും വേണ്ടെന്നും ഒരു സാധാരണ മൺകൂനയിൽ തന്നെ അടക്കം ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ശേഷം മുഗൾ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള കഴിവ് രാജാക്കന്മാരില്ലാതെ പോയതോടെ ആ വലിയ സാമ്രാജ്യം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് മറഞ്ഞു. ഒരു സാമ്രാജ്യത്തിൻ്റെ വളർച്ചയും തളർച്ചയും ഒരു മനുഷ്യൻ്റെ ജീവിതം പോലെയാണെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മുഗളുടെ ഈ പതനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.